ശത്രു അപഹരിച്ചതിനെ യേശു മടക്കിത്തരുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് കൂടെയായിരിക്കേണ്ടത്, ഇന്ന് ജീവിത സ്ഥിതിയിൽ നിലനിൽക്കേണ്ടത് എന്നാൽ അത് ജീവിതത്തിൻ്റെ മേഖലകളിലില്ല. ഇപ്രകാരം ചില നന്മകളെ ശത്രു അപഹരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് ശത്രു അപഹരിച്ചതിനെ യേശു മടക്കിത്തരുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27 അധ്യായം 38 വാക്യം. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. ധാന്യം കടലിൽ കളഞ്ഞു. അതിനല്ല ശേഖരിച്ചത്, പ്രയോജനത്തിനും ഗുണത്തിനും വേണ്ടി ജീവിതത്തിൽ കപ്പലിൽ കയറ്റിയത് ആവശ്യമായിരുന്നു. എന്നാൽ പ്രതികൂല നിമിത്തം ധാന്യം കടലിൽ കളഞ്ഞു. ഇതുപോലെ ആ ദൂതിൽ നിന്ന്, ആ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് ദൈവത്തിൻ്റെ പൈതലെ, ഇതുപോലെ ശത്രു അപഹരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളാണോ? കുടുംബ ജീവിതത്തിൽ തന്നെ ബന്ധങ്ങളെ ശത്രു അപഹരിക്കുവാൻ ശ്രമിക്കുന്നു. ആ ഒരു നിലയിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് ഇടപെടുക. തലമുറയെ ശത്രു അപഹരിക്കുന്നുണ്ടോ? ആത്മീയ തലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും കടന്നു വരുന്നില്ല, സഭയെ കടന്നു വരുന്നില്ല. ഈ നിലവാരത്തിൽ ആത്മമണ്ഡലങ്ങളെപ്പോലും ശത്രു അപഹരിച്ചിരിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കളോടുള്ള ദൈവത്തിൻ്റെ ദൂത് യേശു മടക്കിത്തരും. വിശ്വസിക്കട്ടെ, ദൂത് ഏറ്റെടുക്കട്ടെ, യേശു മടക്കിത്തരും. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീയുടെ ജീവിതത്തിൽ ശത്രു അപഹരിച്ചു. അവളുടെ സമ്പത്ത് മുഴുവൻ, നല്ലൊരു ആയുസിൻ്റെ ആ സമയങ്ങൾ മുഴുവൻ വേദനയും ദുഃഖവും പ്രയാസവുമായി അവൾ കടന്നുപോയി. അവളുടെ സമയത്തെ, അവളുടെ ഐശ്വര്യത്തെ, അവളുടെ സമ്പത്തിനെ ശത്രു അപഹരിച്ചു. എന്നാൽ യേശു അത് മടക്കി കൊടുത്തില്ലേ? യേശു കർത്താവിലുള്ള അവളുടെ വിശ്വാസം നിമിത്തം അവളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മകൾ ദൈവം മടക്കി കൊടുക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിൻ്റെ പൈതലെ, ശത്രു അപഹരിച്ച മണ്ഡലങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. യേശുവിൻ്റെ ശക്തിയുള്ള കരം ഇതാ ചലിക്കാൻ പോകുന്നു. പഴയതുപോലെ ആത്മീയ പ്രകാശമില്ല, കൃപാവരങ്ങളില്ല, ദർശനങ്ങളില്ല. ഇപ്രകാരം ഈ മേഖല ജീവിതത്തിൻ്റെ തലങ്ങളിൽ മങ്ങിപ്പോയ ഒരു തലമാണോ ജീവിതത്തിൽ? ദൈവത്തിൻ്റെ പൈതലെ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ജീവിതം കടന്നിരിക്കുകയാണോ? ശത്രു അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ തലങ്ങളെ കർത്താവ് മടക്കിത്തരും. യേശു കർത്താവ് മടക്കിത്തരും. ഹൃദയത്തിലെ സമാധാനത്തെ ശത്രു അപഹരിച്ചോ? ഹൃദയത്തിലെ സന്തോഷത്തെ യേശു മടക്കിത്തരാൻ പോവാ. ആ നിലയിലാ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരാൻ പോകുന്ന. ശത്രു അപഹരിച്ചത് നിമിത്തമുള്ള ശൂന്യതയും ഒറ്റപ്പെടലും ഭയവും നിറഞ്ഞിരിക്കുന്ന വ്യക്തിജീവിതങ്ങളോടുള്ള ആഴമായ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ഇടപെടല ഇന്ന് കർത്താവ് അയക്കുന്ന ഈ ദൂത് യേശു മടക്കിത്തരും. യേശു മടക്കിത്തരും. ആ നിലവാരത്തിൽ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം തന്നെ 28 അധ്യായം 10 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നു, അവർ ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതൊക്കെ കയറ്റി തന്നു. ദൈവത്തിൻ്റെ പൈതലെ, ശത്രു അപഹരിച്ച സമയമുണ്ടായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവർക്കത് ദൈവം മടക്കി കൊടുത്തു എന്ന് വചനം വ്യക്തമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തു. ദൂത് ആഴമായി വിശ്വസിച്ചു. ഇതുപോലൊരു അത്ഭുതം കുടുംബത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാ, ജീവിതത്തിൽ നടക്കാൻ പോവാ. ശത്രു അപഹരിച്ചത് ഏത് മേഖലയാണെങ്കിലും യേശു കർത്താവിന് മടക്കി തരുവാൻ കഴിയും. യേശുവിനത് തിരിച്ചു തരാൻ കഴിയും. കടൽ അപഹരിച്ചതിനെ കരയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. കടൽ അപഹരിച്ചതിനെ കരയിൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, ഇതുപോലൊരു അത്ഭുതം കുടുംബത്തിൽ വെളിപ്പെടും, തലമുറയിൽ വെളിപ്പെടും, കുടുംബ ജീവിതത്തിൽ വെളിപ്പെടും, ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടും, ജോലി മണ്ഡലങ്ങളിൽ വെളിപ്പെടും. ഏത് തലത്തിലാണോ അപഹരിച്ചിരിക്കുന്നത് അതിനെ ഇതാ മടക്കി തരുന്നു. അപ്രകാരം ഒരു അത്ഭുതം
ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോവാ. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിന് പ്രാപ്തിയുണ്ട്. ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും മടക്കി കൊടുക്കുക. ഇന്ന് ദൈവം ഇടപെട്ട ശബ്ദം പല കുടുംബത്തിന് വിടുതലാകട്ടെ കർത്താവേ. ഇപ്പോൾ വചനം തൊടട്ടെ, ഹൃദയത്തെ തൊടട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം മടക്കി കൊടുക്കുക, തിരിച്ചു കൊടുക്കുവാനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളും ജീവിതങ്ങളും തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.